എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന തൈരിൻ്റെ ഒരു സൈഡ് ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്. കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാനിവിടെ അധികം കട്ടിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ അളവിൽ കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂറോളം മല്ലിയില ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഈ തൈരിലേക്ക് മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങി വന്നോളും. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി കിട്ടോളം നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് കളറ് മാറി വരും വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ചെറിയൊരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടോളം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ടെടുക്കുന്നുണ്ട്. പൊടികളൊക്കെ നല്ലോണം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മിക്സ് തൈരിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ തൈരിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തൈരിൻ്റെ സൈഡ് ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്